നെക്സ്റ്റ് ഈസ് ലിമിറ്റേഷൻസ് ഓഫ് ബോർ മോഡൽ. ഒരു 2 ലിമിറ്റേഷൻസേ ഉള്ളൂ. അതിൽ ആദ്യത്തെ ലിമിറ്റേഷൻ പറയാം. The Bohr model is applicable to hydrogenic atoms. ഹൈഡ്രോജനിക് ആറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിംഗിൾ ഇലക്ട്രോൺ ഉള്ള ആറ്റംസ്. മനസ്സിലായാലും ഒരു സിംഗിൾ ഇലക്ട്രോൺ ഉണ്ടാവാൻ പാടുള്ളൂ. അങ്ങനത്തെ ആറ്റംസ്. ഹൈഡ്രജൻ ആറ്റം പോസിബിൾ ആണ്. ഹീലിയം ആറ്റം അതിനകത്ത് ഒരു ഇലക്ട്രോൺ മാത്രം വരുന്നത്, അതായത് അയണൈസ്ഡ് ഫോം ഓഫ് ഹീലിയം ആറ്റം. അയണൈസ്ഡ് ഫോം ഓഫ് ഹീലിയം ആറ്റം എന്ന് വെച്ചാൽ അതിലൊരു ഇലക്ട്രോൺ മാത്രം പുറത്തുണ്ടാവാൻ പാടുള്ളൂ. അങ്ങനത്തെ. അപ്പോൾ ഒരു സിംഗിൾ ഇലക്ട്രോൺ മാത്രമുള്ള ആറ്റംസ്, ഹൈഡ്രോജനിക് ആറ്റംസ്, അതിൽ മാത്രമേ ബോർ മോഡൽ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. 2 ഇലക്ട്രോണോ 3 ഇലക്ട്രോണോ വന്നു കഴിഞ്ഞാൽ നമുക്കത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ക്ലിയർ? എക്സാക്ട്ലി ബോർ മോഡൽ അവിടെ അപ്ലിക്കബിൾ അല്ല. പക്ഷേ കുറേ കാര്യങ്ങളൊക്കെ അപ്ലിക്കബിൾ ആണ്. പക്ഷേ ചില കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല ബോർ മോഡൽ ഫോർ അതർ ആറ്റംസ്. ഓക്കെ, വേറൊന്ന്, വൈൽ ബോർസ് മോഡൽ കറക്റ്റ്ലി പ്രഡിക്ട്സ് ദ ഫ്രീക്വൻസീസ് ഓഫ് ദ ലൈറ്റ് എമിറ്റഡ് ബൈ ദ ഹൈഡ്രജൻ ആറ്റം. ആറ്റോമിക് സ്പെക്ട്ര ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട് ബോർ മോഡൽ പ്രകാരം. അതായത് ഒരു ലെവലിൽ നിന്ന് വേറൊരു ലെവലിലോട്ട് ഇലക്ട്രോൺ ജമ്പ് ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് ഓരോ ഡിഫറെൻറ്റ് ലെവലിലുള്ള ഫ്രീക്വൻസികൾ കിട്ടുന്നത്, ഡിഫറെൻറ്റ് ലെവലിലുള്ള ഫോട്ടോൺസുകൾ കിട്ടുന്നത്. അതെല്ലാം ക്ലിയർ ആയിട്ട് ബോർസ് മോഡൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. എക്സ്പെരിമെൻ്റലി അത് പ്രൂവ് ചെയ്തിട്ടുണ്ട്. But this model is unable to explain the relative intensity of the frequencies. ചില ഫ്രീക്വൻസിക്ക് ഇൻറ്റൻസിറ്റി കൂടുതലാണ്. ഉദാഹരണത്തിന് റെഡിന് ഇൻറ്റൻസിറ്റി കൂടുതലും അതേസമയം യെല്ലോയ്ക്ക് ഇൻറ്റൻസിറ്റി കുറവും. അങ്ങനെ ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. അപ്പോൾ ഇൻറ്റൻസിറ്റിയുടെ കാര്യത്തിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല ബോർസ് മോഡൽ. ഫ്രീക്വൻസി ഒക്കെ ഓക്കെ, സ്പെക്ട്ര, സീരീസ് ഓഫ് വേവ് ലെങ്ത് എല്ലാം കറക്റ്റാണ്. പക്ഷേ ഒരു വേവ് ലെങ്ത്തിൻ്റെ ഇൻറ്റൻസിറ്റി അല്ല വേറൊരു വേവ് ലെങ്ത്തിനുള്ളത്. അപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഓക്കെ, ഈ 2 ലിമിറ്റേഷൻസ് ആണ് ഉള്ളത്.